ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. നമ്മൾ ഇന്ന് വീണ്ടും ഒരു ന്യൂസ് പേപ്പർ ഫീഡുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഒഴിവ് മുക്കി വീണ്ടും റെയിൽവേ ലെവൽ ഒന്നിൽ കാണാതായത് 70,000-ഓളം അവസരങ്ങൾ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്നുള്ള രീതിയിലാണ്. ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ ഫീഡാണ്. എന്താണ് അതിൽ പറഞ്ഞില്ലെന്നില്ലായിരുന്നു നോക്കാം. ഒഴിവ് മുക്കി വീണ്ടും റെയിൽവേ ലെവൽ ഒന്നിൽ കാണാതായത് ഏകദേശം 70,000-ഓളം അവസരം. 6 വർഷം മുൻപ് 1 ലക്ഷം ഒഴിവിൽ വിജ്ഞാപനം വന്നിരുന്നത് ഇപ്പോഴത്തെ 32,438 ഒഴിവുകളിൽ മാത്രമാണ് വിജ്ഞാപനം വന്നിട്ടുള്ള രീതിയിൽ ആണ് എന്തിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ഫീഡായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. എന്താണ് കണ്ടന്റ് എന്നില്ലാതെ നോക്കാം. വർഷങ്ങളായി ഉദ്യോഗത്തിൽ കാത്തിരുന്ന ലെവലിൽ ഒന്ന് മുൻപത്തെ ഗ്രൂപ്പ് ഡി വിജ്ഞാപനത്തിൽ ഒഴിവുകൾ കുത്തനെ വെട്ടിച്ചുരുക്കി റെയിൽവേ. 2019 1 ലക്ഷത്തിലേറെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച തസ്തികകളിൽ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വെറും 32,438 ഒഴിവുകൾ മാത്രം. 6 കൊല്ലത്തോളം നിയമനം നടത്താതിരുന്നിട്ടും ഒഴിവുകൾ മൂന്നിലൊന്നായി കുറഞ്ഞെങ്ങനെ അത്ഭുതപ്പെടുകയാണ് ഉദ്യോഗാർത്ഥികൾ. 10ാം ക്ലാസ് ഐ.ടി യോഗ്യതയുള്ളവർക്ക് കൂട്ടനിയമനം ലഭിച്ചിരുന്ന തസ്തികയാണ് ഇത്. ഇപ്പോഴത്തെ അതിന്റെ ക്വാളിഫിക്കേഷൻ SLC ഓർ IT എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടല്ലേ. 2019 വിജ്ഞാപനത്തിൽ 1,03,769 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. നാഷണൽ റെയിൽവേയിൽ 9,579 ഒഴിവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 2,694 കുറഞ്ഞു. അതായത് നാലിലൊന്നായിട്ട് കുറഞ്ഞു അല്ലെ. തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലെല്ലാം കൂടിയാണ് 2,694 ഒഴിവുകളുള്ളത്. ജനറൽ വിഭാഗത്തിൽ 1,089 ഒഴിവുകൾ. കഴിഞ്ഞ തവണ ഇത് 4,363 അതായത് നാലിലൊന്നായിട്ട് കുറഞ്ഞു എന്നുള്ളത്. സംവരണ വിഭാഗത്തിലും കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സംവരണ വിഭാഗക്കാർക്കുള്ള ഒഴിവ് ഇനി പറയും വിധമാണ്. ബ്രാക്കറ്റിൽ 2019 390 1,383 ഉണ്ടായിരുന്നത് 787 228 കുറഞ്ഞു. 2,118 698 കുറഞ്ഞു. 952 279. ഓക്കെ, ആ ഒരു രീതിയിലാണ് അവിടെ കുറഞ്ഞിട്ടുള്ളത്. മുൻകാലങ്ങളിൽ 1-2 വർഷം കൂടുമ്പോൾ ഗ്രൂപ്പ് ഡി തസ്തികകൾക്ക് അപേക്ഷ ക്ഷണിക്കാറുണ്ടായിരുന്നു. 2018 ഗ്രൂപ്പ് ഡിയിലെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ 62,907 ഒഴിവുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇറക്കിയ മറ്റ് വിജ്ഞാപനങ്ങളിലും ഈ കുറവ് പ്രകടമാണ്. +2 ഡിഗ്രി യോഗ്യത വേണ്ട നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി 2019 വിജ്ഞാപനത്തിൽ 35,277 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. 2024 അത് 11,588 കുറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിൽ 1,655 ഒഴിവുകളിലേക്കായിരുന്നു 2019 അപേക്ഷ ക്ഷണിച്ചത്. ഇത്തവണ അത് 1,036 കുറഞ്ഞിട്ടുണ്ട്. പാരാമെഡിക്കൽ 1937 1,376 ഉണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ജെഇയുടെ കേസിലും ഇതേപോലെ എന്ത് ചെയ്യാം, ജെഇ ബാർ CMA എന്നുള്ള രീതിയിൽ അതിനും എന്ത് ചെയ്യാം, ഇതേപോലെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലെവൽ 1 തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഉയർത്തിയാണ് ഇത്തവണ ഏക ആശ്വാസം. 18-33 എല്ലാവർക്കും എന്ത് ചെയ്യാം, 18-36 വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ന്യൂസ് പേപ്പർ ഫീഡാണ്. ജസ്റ്റ് നിങ്ങൾ ഇതൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.